വളപട്ടണം പാലത്തിനു സമീപം ബൈക്ക് യാത്രക്കാരന് മരണത്തിനിടയാക്കിയ കക്കൂസ് മാലിന്യ ടാങ്കർ ലോറി കാട്ടിൽ ഒളിപ്പിച്ച നിലയിൽ CCTV കേന്ദ്രീകരിച്ച് വളപട്ടണം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ലോറി കണ്ടെത്തിയത്. നമ്പർ പ്ലേറ്റ് മാറ്റിയ നിലയിലായിരുന്നു. ലോറി ഡ്രൈവറും ഉടമകളും മുങ്ങി. വളപട്ടണം പാലത്തിന് സമീപം യുവാവിന്റെ ദാരുണാന്ത്യത്തിന് കാരണമായ ടാങ്കർ ലോറി അതിസാഹസികമായ അന്വേഷണത്തിലൂടെയാണ് വളപട്ടണം പോലീസ് കണ്ടെത്തിയത്. തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെയായിരുന്നു ബൈക്ക് യാത്രക്കാരനായ പാപ്പിനിശ്ശേരി ഈന്തോട് ഐശ്വര്യ നിവാസിൽ അഷിനെ കക്കൂസ് മാലിന്യം കയറ്റിപ്പോവുകയായിരുന്ന ടാങ്കർ ലോറി തട്ടിയത്. അമിത വേഗത്തിൽ പോവുകയായിരുന്ന ടാങ്കർ തട്ടി തെറിച്ചു വീണ അഷിൻ മരണപ്പെടുകയും ചെയ്തു. അപകടമുണ്ടാക്കിയ ലോറി നിർത്താതെ പോവുകയായിരുന്നു. ഒരു ടാങ്കർ ലോറിയാണ് അപകടമുണ്ടാക്കിയതെന്ന് മനസ്സിലാക്കിയ വളപട്ടണം പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു. അപകട സമയത്തെ നൂറുകണക്കിന് CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു. ഇൻസ്പെക്ടർ TP സുമേഷിന്റെ നേതൃത്വത്തിൽ SIമാരായ TM വിപിൻ, P ഉണ്ണികൃഷ്ണൻ, ASI നിവീർ, രൂപേഷ്, കിരൺ, സുമിത് എന്നിവർ അന്വേഷണം വ്യാപിപ്പിച്ചു. 2 ടാങ്കർ ലോറികൾ ചൊവ്വാഴ്ച പുലർച്ചെയോടെ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഈ ടാങ്കറുകൾ വിശദമായി പരിശോധിക്കുകയും ചെയ്തു. ഈ ടാങ്കറുകളല്ല അപകടത്തിന് ഉത്തരവാദികൾ എന്ന് മനസ്സിലാക്കിയ പോലീസ് അന്വേഷണം തുടർന്നു. ടാങ്കറുകൾ പോകാൻ സാധ്യതയുള്ള വഴിയിലൂടെ സഞ്ചരിച്ചു. CCTV ദൃശ്യങ്ങൾ പലത് പിന്നീടും ശേഖരിച്ചു. അങ്ങനെ അപകടം വരുത്തിയ ടാങ്കർ ലോറി ഏതെന്ന് പോലീസ് കണ്ടെത്തി. വാരം ഭാഗത്ത് ആ ടാങ്കർ ലോറി എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ പോലീസ് പ്രദേശം അരിച്ചുപെറുക്കി. അങ്ങനെയാണ് കാട്ടിൽ ഒളിപ്പിച്ച നിലയിൽ ടാങ്കർ ലോറി കണ്ടെത്തിയത്. ലോറിയുടെ നമ്പർ പ്ലേറ്റ് ചുരണ്ടി നശിപ്പിച്ച നിലയിലായിരുന്നു. ടാങ്കർ ലോറി ഓടിച്ചിരുന്നത് തമിഴ്നാട് സ്വദേശിയാണെന്ന് വ്യക്തമായിട്ടുണ്ട്. അപകടശേഷം ഇയാൾ തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെട്ടു. RC ഉടമകളും മുങ്ങിയിട്ടുണ്ട്. ഇവരെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് വളപട്ടണം പോലീസ്. ടാങ്കർ ലോറിയിൽ ഡ്രൈവർക്കൊപ്പമുണ്ടായിരുന്ന ഒരാളെ വളപട്ടണം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. പോലീസിന്റെ ശ്രമകരമായ ഈ അന്വേഷണം കൊണ്ട് മാത്രമാണ് കാട്ടിൽ ഒളിപ്പിച്ച ടാങ്കർ ലോറി കണ്ടെത്താനായത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.